ഹലോ ഫ്രണ്ട്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൃഗശാല കാണാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മൃഗശാലയിലെ നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളും നല്ല നല്ല മൃഗങ്ങളുടെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബാ, നമുക്ക് മൃഗശാല പോയി കണ്ടിട്ട് വരാം. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മൃഗശാലയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തുള്ളത്. ഇത് 1857 സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിലൊരുപാട് പഴക്കമുണ്ട് കേട്ടോ ഈ മൃഗശാലയ്ക്ക്. പിന്നെ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ എല്ലാം ഒരു ഓപ്പണായിട്ട് ഓരോന്നിനും ഓരോ പോലെ കൂടെല്ലാം പണിത് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കതെല്ലാം അതിൻ്റെ ജീവിത രീതികളെല്ലാം കാണാനും അതുപോലെ എല്ലാം മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലാട്ടാ ഇവിടെ ചെയ്തേക്കണത്. ഇത് കണ്ടില്ലേ, ഫ്രണ്ട് വശം ഇതാണ് കേട്ടോ. നമ്മൾ മൃഗശാലയിലോട്ട് കയറി വരുമ്പോൾ കുറച്ച് ഫ്രണ്ട് വശത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ അക്വേറിയം ആട്ടത്, അക്വേറിയം അടച്ച് കിടക്കുമായിരുന്നു. അവിടെ എന്തോ മെയിൻ്റെനൻസ് വർക്ക് നടക്കണോണ്ട് അത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അതൊക്കെ ഫ്രണ്ട് വശത്ത് തന്നെ എല്ലാം കാണാൻ കഴിയും. നമ്മൾക്ക് അക്വേറിയം എല്ലാം നമുക്ക് ഫ്രണ്ട് വശത്ത് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് ഇനിയും സൂവിലോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടി നടക്കണം. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് അകത്തോട്ട് നടക്കുമ്പോഴാണ് സൂ ഒക്കെ വരുന്നത്. ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നാഷണൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. മ്യൂസിയം അപ്പുറത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ആ കാണുന്നത് മ്യൂസിയമാണ്. നമ്മൾ മ്യൂസിയം ഒന്നും കാണാൻ നിന്നില്ല, നമ്മൾ നേരെ സൂവിലോട്ടാണ് പോയത്. അപ്പോൾ സൂവിലോട്ട് പോകേണ്ട വഴി അതേ ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന സൈഡിൽ നിന്ന് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് കയറിയിട്ടാണ് പോകേണ്ടത്. നമ്മൾ നേരത്തെ സൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മൃഗങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ തൃശ്ശൂർ മൃഗശാലയിൽ നിന്നുള്ള കുറച്ച് മൃഗങ്ങളും ഒരുപാട് മൃഗങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സൂവിൻ്റെ എൻട്രി വരുന്നത്. അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. ഈ കാണുന്ന മതിലിൻ്റെ അപ്പുറത്താണ് മ്യൂസിയം വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കുറച്ചൊക്കെ. അപ്പം നമ്മൾ നേരെ സൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ ബോർഡുകൾ കാണാൻ പറ്റും. മൃഗശാല എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡുകൾ കാണാൻ പറ്റും. നല്ല മെയിൻ്റെനൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. നല്ല വൃത്തിക്ക് തന്നെ ഇവിടുത്തെ ആൾക്കാർ സൂക്ഷിക്കുന്നുണ്ട്. എല്ലാം രാവിലെ തന്നെ ക്ലീൻ ചെയ്യും. നല്ല ക്ലീനിങ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്തൊക്കെ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ക്ലോക്ക് റൂമും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ്. നമ്മൾ ബാഗൊക്കെ കൂടുതലും ഇവിടെ വെക്കേണ്ടി, വലിയ ബാഗൊന്നും അകത്തോട്ട് കയറ്റില്ല. പിന്നെ ഇവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. പിന്നെ ഈ മൃഗശാല 50 ഏക്കർ വിസ്തൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്തു അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റൊക്കെ കിട്ടി. കുട്ടികൾക്ക് ഇളവുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 5 രൂപയോ 10 രൂപയോ എങ്ങനെ കുട്ടികൾക്ക് വരുന്നുള്ളൂ. മുതിർന്ന ആൾക്കാർക്ക് 50 രൂപ വരുന്നുണ്ട്. നമ്മളപ്പോൾ എൻട്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ടൈം വരുന്നത് രാവിലെ 9 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ ടൈമുള്ളത്. അതിൻ്റെ ഉള്ളിലെല്ലാം വന്ന് കാണാൻ ശ്രമിക്കണം. ഇതാണ് ഇവിടുത്തെ സമയം വരുന്നത്. ഫ്രണ്ടിലെല്ലാം നല്ല പച്ചപ്പും ചെടികളെല്ലാം പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അകത്തോട്ട് വിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് കയറി. നമ്മളകത്തോട്ട് കയറിയ ശേഷം തന്നെ ഫസ്റ്റ് നമ്മൾ ഒരാളിനെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ആരാ അവിടെ ഇരിക്കുന്നതെന്നുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് അവരെയാണ് കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് സൂക്ഷിച്ച് നോക്കണം കേട്ടോ, അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഇതാ കണ്ടില്ലേ, സിംഹവാലൻ കുരങ്ങിനെയാട്ടാ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത്. ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ആ സൈഡിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. കുറേ എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ സൈഡൊക്കെ ആയിട്ട്. അടുത്തധികം വരാറില്ല, ഭയങ്കര ദൂരിട്ടാണ് ഇരിക്കുക. എന്താണെന്നറിയില്ല, തിന്നാനൊന്നും കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു.
അവൻ നമ്മളെ തന്നെ നോക്കിയിരിപ്പുണ്ടായി കുറച്ച് നേരം. ഗൈസ്, ഇവരെ ഇങ്ങനെ കൂട്ടിയിട്ട് വളർത്തുന്നതുകൊണ്ട് സ്വാതന്ത്ര്യമില്ല ഗൈസ്. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. സിംഹവാലൻ കുരങ്ങിനെയാണ് ഫസ്റ്റ് കാണാൻ പറ്റുക. പിന്നെ നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ നടന്നു. അപ്പുറത്ത് എന്താണ്ടൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അടുത്തത് ഇതേ കാട്ടുപോത്തൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ സൈഡിൽ. കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. അവരെല്ലാവർക്കും തീറ്റയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫുകളൊക്കെ പിന്നെ ഇവിടുത്തെ പക്കയാട്ടാ. കാര്യങ്ങളൊക്കെ ഡീസൻ്റായിട്ട് വേഗം ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ കാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി നടന്നു പോവുകയാണ്. ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുട്ടികളിനെയൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് നല്ല കേട്ടാ. എന്താ വെച്ചാൽ അത്യാവശ്യം നമ്മൾ നടന്ന് കാണാൻ തന്നെയുണ്ട്. അവിടെയും ഒരു ടൈപ്പ് മങ്കീസാണ് ഇരിക്കുന്നത്. ഇതേ ഈ കാണുന്ന കുരങ്ങിൻ്റെ പേര് ബംഗാൾ കുരങ്ങ് എന്നാണ് കേട്ടോ. ബംഗാളിൽ മാത്രം കാണപ്പെടുന്ന കുരങ്ങുകളാണെന്ന് തോന്നുന്നു. അതാണ് അതിന് ബംഗാൾ കുരങ്ങെന്ന് വിളിക്കുന്നത്. ഇതൊരു ടൈപ്പ് കുരങ്ങാണേ. നമ്മുടെ അവിടെ കാണുന്ന പോലത്തെ അല്ല, ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ബംഗാൾ കുരങ്ങെന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത കുരങ്ങിനെയും കണ്ടു. വീണ്ടും പോവുകയാണ് അടുത്തത് കാണാൻ. അപ്പോൾ ഇതേ വേറൊരു സംഭവം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണിതേ കാട്ടുകോഴി. ഇതാണ് കാട്ടുകോഴികൾ ഇതിനകത്തുണ്ട്. കാട്ടുകോഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒട്ടകപ്പക്ഷിയാണല്ലോ. എന്ത് പറ്റി ഗൈസ്? ഇവർ കാട്ടുകോഴി എന്ന് എഴുതി വെച്ചിട്ട് ഒട്ടകപ്പക്ഷിയാണല്ലോ അകത്തിട്ട് വെച്ചേക്കുന്നത്. എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് വെളുത്തതും ഇരുണ്ടതുമായ ഒട്ടകപ്പക്ഷികൾ ഇരിക്കുന്നു. ഇതാണോ ഇനി കാട്ടുകോഴി? എന്ത് പറ്റിയെന്നറിയില്ല. കാട്ടുകോഴി എന്നാണ് അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്, പക്ഷേ ഒട്ടകപ്പക്ഷിയാണ് അതിനകത്തുള്ളത്. എന്തെങ്കിലും ആയിരിക്കോട്ടെ. നമ്മളിത് വീണ്ടും പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗ് ഇപ്പുറത്തുണ്ട്. ഒന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു പണ്ട് ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു, മൃഗങ്ങൾ. ഇപ്പോൾ ഒന്നുമില്ല. പൊളിഞ്ഞു കിടക്കുന്നൊരു ബിൽഡിംഗ് മാത്രമേ ഉള്ളത്. പിന്നെ ഈ നമ്മുടെ മൃഗശാലയുടെ മാപ്പാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മാപ്പൊക്കെ ഒന്ന് നോക്കാം ഗൈസ്. ഇത്രയും വലിയ മാപ്പാണ് ഇവിടെ ഉള്ളത്, കണ്ടില്ലേ? ഇതിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാനുണ്ട്. ഇത്രയും ദൂരം നടന്ന് വേണം നമ്മൾ ഈ കാഴ്ചയെല്ലാം കാണാനായിട്ട്. ഗൈസ്, അടുത്ത സംഭവത്തിനെ നമ്മൾ കണ്ടു. ഇതാണ് ഹിമാലയൻ കഴുകനാണ് ഇവിടെ നിൽക്കുന്നത്. മുകളിലൊരുത്തൻ ഇരിപ്പുണ്ട്, നമ്മൾ കാണുന്നില്ല നേരെ. മുകളിലൊരുത്തൻ ഇരിപ്പുണ്ട്. അത്യാവശ്യം വലുതാട്ടോ, വലിയ സാധനമാണേ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചെറിയ കഴുകനല്ല, അത്യാവശ്യം വലിയ കഴുകനാണ്. ഇവിടെ 5-6 ഉണ്ടായിരുന്നു. ഒരെണ്ണമാണ് ഇതവിടെ അടുത്ത് കാണുന്നത്. നല്ലൊരു വലിയ കൂടാട്ടോ ഈ പണിത് കൊടുത്തേക്കുന്നത്. അതിൻ്റേതായ രീതിക്ക് ഫ്രീഡമായിട്ട് ജീവിക്കാനായിട്ട് വലിയൊരു കൂട് തന്നെയാണ് പണിതേക്കുന്നത്. ഇവിടെ വരണൊരു
അപ്പോൾ അതേ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ കാണുന്നത് ഒരു തരം കൊറ്റികളെയാണ്. നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല, ഇതൊരു വേറെ ടൈപ്പ് കൊറ്റിയാണ്. ഇതെന്ത് കൊറ്റിയാന്നുള്ളതൊന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ അത്യാവശ്യം വലുത് കേട്ടോ ഗൈസ്, വലിയ കൊറ്റികളാണ്. അതിനെയും അവർക്കൊരു കൂടൊക്കെ പണിത് അതിനകത്ത് വെള്ളവും അതുപോലെ മരങ്ങളും എല്ലാം ഉണ്ട്. നല്ല ഭംഗി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ വരുന്നവർക്കെല്ലാവരും നല്ല ഭംഗിയായിട്ടത് ആസ്വദിക്കാനും പറ്റും. വെള്ളം ഇതൊക്കെ വേണ്ടത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഇവരെ കാണാനായിട്ട്. ഒരു കൂട്ടം ഇനം, പക്ഷെ എന്താണ് ഫുള്ളും തൂറി നശിപ്പിച്ചേക്കുക ഇവർ. അതിനകത്ത് ഫുള്ളും ആ മരങ്ങളെല്ലാം ഫുള്ളും തൂറി നശിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ട തീറ്റയെല്ലാം നമ്മുടെ കുളത്തിൽ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മീനെല്ലാം ഉണ്ട് തോന്നുന്നു കുളത്തിൽ. അത് ഇവർ കൊത്തിയെടുത്ത് തിന്നുന്നുണ്ട്. അടുത്തത് ഇതേ തൊട്ടടുത്ത് തന്നെ വേറൊരു സംഭവമുണ്ട്, നോക്കാം നമുക്ക് എന്താണ്. ഗൈസ്, നീർനായ. ആഹാ, ഇതാണ് നീർനായ. കുറേ പേര് നിന്ന് നീർനായനെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും കാണാം. ഈ കണ്ണാടിക്കൂടി വേണം കാണാൻ. കുറച്ചെണ്ണത്തിനെ കാണാൻ പറ്റും നമുക്ക്. അവർ ഫുള്ളും ബോളൊക്കെ വെച്ച് നല്ല കളിയും കാര്യങ്ങളൊക്കെയാണ്. നീർനായകൾ എപ്പോഴും ഒരു ഭാഗത്തിരിക്കില്ല കേട്ടോ, ഫുൾ ടൈം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നല്ല രസമുണ്ട് കാണാൻ. അവരെയും അവർക്ക് പറ്റുന്ന പോലെ ഒരു കൂടൊക്കെ പണിത് കൊടുത്ത് എല്ലാവരെയും ഫ്രീഡമായിട്ടാട്ടോ. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഫ്രീഡം പോലെ ജീവിക്കാൻ, അവർക്ക് ജീവിക്കാനുള്ള സ്ഥലം നല്ല രീതിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ തിരുവനന്തപുരം മൃഗശാല ഇത്രയും പേരിട്ട് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് കാണാം. നമുക്ക് കുറച്ച് നേരം അവരുടെ കളികളെല്ലാം കാണാം. അതായത് തല്ലുകൂടുന്നു, ഫുൾ ടൈം തല്ലു പിടിക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. 3 കൂടി എന്താണ് അപ്പോൾ പരിപാടി. അപ്പോൾ നമ്മൾ നീർനായനെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിത് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് നോക്കാം. വരൂ. ഇവിടെ ഇത് മഴ പെയ്യുന്ന പോലെ എന്തൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇതേ കരടി, നമ്മുടെ കരടിക്കുട്ടൻ എന്തോ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയാണ് പരിപാടി. പുല്ല് തിന്നുക, മണ്ണ് മാന്തുക, ഇതൊക്കെയാണ് നമ്മുടെ കരടിക്കുട്ടൻ്റെ മെയിൻ പരിപാടി. ഇതെന്തോ ചെറിയ കരടി കേട്ടോ, ക്ഷീണിച്ച് പോയി തോന്നുന്നു. ചില സ്ഥലത്തൊക്കെ ഭയങ്കര വലിയ കരടിയായിരിക്കും. ഇതധികം ഭംഗിയൊന്നുമില്ല, ചെറിയൊരു കരടി. അവിടെ ഇങ്ങനെ ചെറിയ കരടിയാന്ന് കൊണ്ട് ഇങ്ങോട്ട് നടന്നു പോയപ്പോൾ ഇതേ ഇവിടെ വലിയ കരടി. ഗൈസ്, ഇവിടെയാണ് ഗൈസ് വലിയ കരടി ഉള്ളത്. പക്ഷെ അവനെ കാണാൻ പറ്റത്തില്ല, അവൻ കുറച്ച് അകലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവനധികം കാണാൻ പറ്റുക. പക്ഷെ നല്ല മുഴുത്ത കരടിയായിരുന്നു കേട്ടോ അത്. പക്ഷെ അവനെ അടുത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെ. പക്ഷെ അവനധികം കാണാൻ പറ്റിയില്ല നമുക്ക്.
അത് കഴിഞ്ഞ് വന്ന സമയത്ത് ഇതാണ്ട് നമ്മുടെ കാട്ടിലെ രാജാവ്. ദേ രാജാവ് എപ്പോഴും രാജാവിനെ പോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. കുന്നിൻ്റെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് തനിയെ തന്നെ ഇരിക്കുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. സിംഹത്തിന് ഒരു പ്രയോറിറ്റി തന്നെയാണ്. ഏത് മൃഗത്തിലാണെങ്കിൽ നോക്കുവാണെങ്കിൽ കാട്ടിലെ രാജാവ് നമ്മുടെ സിംഹം തന്നെയാണ്. കാണുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗിയാണ് നോക്കണേ. ഇവിടെയും കുറേ നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. അത്യാവശ്യം നടന്ന് തന്നെ കുറേ കാണാനുള്ള സ്ഥലമുണ്ട്. എല്ലാം നന്നായി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഒരു പെൺസിംഹവും കൂടെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു ഇതേ നമ്മൾ വേറെ കാര്യങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു ഒട്ടകപ്പക്ഷി നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. എന്താ ഉദ്ദേശം എന്നറിയത്തില്ല. ഇവിടെ ഇത്രയും മരങ്ങളും അതുപോലെ തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് ഇവിടെ. ഇല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നേനെ. കാടിൻ്റേതായ രീതി തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇവരിവിടെ. അപ്പോൾ അതെ ഗൈസ്, നമ്മൾ അടുത്ത ആളിനെ കാണാൻ പോവുകയാണ്. ഹായ് ഹിപ്പോപ്പൊട്ടാമസ്, ഇല്ലെങ്കിൽ കുതിര. ഇതേ കുറച്ചെണ്ണം ഇരിപ്പുണ്ട് ഇവിടെ. എല്ലാം വെള്ളത്തിൽ പതുങ്ങി കിടക്കുവാണ്. അത് പുറത്തൊന്നും കാണുന്നില്ല. ഇവറ്റങ്ങൾക്ക് എപ്പോഴും വെള്ളം വേണം. ഇവർക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരയിൽ വരാറുണ്ട്. കരയിൽ വരുന്നത് അപൂർവം തന്നെയാണ്. കൂടുതൽ ഇവർ വെള്ളത്തിലിരിക്കാനാണ് ഇഷ്ടപ്പെടുക. അതിൻ്റെ സ്ഥലവും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പ്രത്യേകം കുളമെല്ലാം ക്രമീകരിച്ച് ഒരുക്കിയിട്ടുള്ളൊരു സ്ഥലമാണത്. കുറച്ച് നടന്ന് തന്നെ കാണാനുണ്ട്. അതും ഒന്നും പുറത്തോട്ട് വരുന്നില്ല ഗൈസ്. ചൂടായതുകൊണ്ട് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയും നമ്മുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വഴി തെറ്റുവാണെങ്കിലും ഇത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് എങ്ങനെ നടക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നീർനായനെയൊക്കെ കണ്ടിട്ട് ഇത് അടുത്തൊരു ആളെ കൂടി കാണാൻ പോവുകയാണേ. അടുത്ത എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് കലമാൻ. ദേ നിൽക്കുന്നു. കുറേ എണ്ണം ഉണ്ട് ഗൈസ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരുപാടെണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് കൊണ്ടുവന്ന കലമാനുകളാണെന്ന് തോന്നുന്നു. അവിടെയാണ് ഇത്രയും ഉണ്ടായിരുന്നത്. ഇനി എന്താണെന്ന് നോക്കാം നമുക്ക്. കാട്ടുപോത്തുകൾ ഇവിടെയും കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലും ഇവിടെ ഉള്ളത് ഗൈസ് ഒട്ടകപ്പക്ഷികൾ തന്നെയാണ്. ഇവിടെ വെള്ള ഒട്ടകപ്പക്ഷിയും കറുത്ത ഒട്ടകപ്പക്ഷി എല്ലാം ഉണ്ട്. ഇവിടെയും നമുക്കിങ്ങനെ ഇതിലൂടെ നിന്ന് നോക്കാൻ പറ്റും. കൊള്ളാം.
ഇവിടെ രണ്ടും കൂടി എന്തോ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടക പശുവിനെല്ലാം കണ്ടു കഴിഞ്ഞ് വീട്ടിൽ നടന്നു പോവുകയാണ്. ഇവിടെ എന്തോ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ഇത് എന്തൊരു മാൻമൃഗത്തിൽപ്പെട്ട സംഭവമാണ്. ഇതിൻ്റെ പേരാണ് ഗൈസ് കൃഷ്ണമൃഗം. എന്താണെന്ന് എന്തൊരു ടൈപ്പാണെന്ന് നമുക്കറിയില്ല. ഇതൊരു മാനിനെ പോലെ തന്നെ ഒരു മാൻ തന്നെയാണ് ഗൈസ്. കൃഷ്ണമൃഗം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ കൊമ്പിന് വ്യത്യാസമുണ്ട്. സാധാ മാനിനെ പോലെയല്ല, ഒരു വ്യത്യാസപ്പെട്ടൊരു അടുത്തത് അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് പുള്ളിമാൻ. നമ്മുടെ നാട്ടിലും എല്ലാവിടെയും കാണുന്ന മാനാണ് പുള്ളിമാൻ. പുള്ളിമാൻ പിന്നെ ഇഷ്ടംപോലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് പ്രത്യേകിച്ച് പിന്നെ കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെ തിന്നാനായിട്ട് ഇവർക്കൊന്നുമില്ല തോന്നുന്നുണ്ട്. എന്തെല്ലാം കുറവാണെന്തോ. പക്ഷേ നല്ല രസമുള്ള സ്ഥലമാണ്. ഇവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവർക്ക് മേനി നടക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഇത്രയും വലിയൊരു സത്യം പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ കേരളത്തിൽ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ്. ഇവിടെ ചെറിയ ലഘു ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. ഇതൊരു ഏരിയയിൽ വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണത്. രാവിലെ മോർണിംഗ് എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാം. ഞാൻ അതിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൃഗങ്ങളെ താഴെ മൃഗങ്ങൾ നമ്മൾ പോയി ഇങ്ങനെ നിന്ന് കാണണം. എല്ലാവരുടെയും എങ്ങനെ ഇതുമായിട്ട് കാണാം അല്ലേ. നമ്മളിങ്ങനെ മുകളിൽ നടക്കുക, താഴെ മൃഗങ്ങളാണെങ്കിൽ ഇതേ ഗൈസ്, നമ്മുടെ ടൈഗർ എല്ലാം ഇവിടെയാണുള്ളത്. നമുക്ക് ടൈഗറിനെ കാണാം. അവിടെ കിടപ്പുണ്ട്. ഭയങ്കര ഉറക്കത്തിലാന്ന് തോന്നുന്നു. ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ക്ഷീണത്തില്ല. പുള്ളി എണിച്ചിട്ടില്ല. അപ്പുറത്തെങ്ങാണ്ട് ഒരെണ്ണം കൂടിയുണ്ട്. പക്ഷെ എല്ലാവരും ഭയങ്കര ഉറക്കത്തില്ല. ഉറങ്ങട്ടെ, ശല്യം ചെയ്യുന്നില്ല നമ്മൾ. അങ്ങനെ നമ്മൾ കടുവനെയെല്ലാം കണ്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് നടന്നു പോവുകയാണ്. ഇനി എന്താണ് നോക്കാം നമുക്ക്. ഗൈസ്, ഇവിടെ പക്ഷികളാണ് ഗൈസ്, കുറച്ച് തത്തമ്മകളാണ്. വിവിധ തരം തത്തമ്മകൾ അവിടെ കാണാൻ പറ്റി. കുറേ നല്ല നല്ല കളറുള്ള തത്തമ്മകൾ. ഇവരെയും ഒരു ചെറിയൊരു കൂട് പോലെ പണിതേക്കാൻ കൊള്ളായിരുന്നു. നല്ല ഭംഗിയുള്ള തത്തമ്മാട്ടാ. നമ്മുടെ മുതല കിടപ്പുണ്ട് കേട്ടോ. മുതലിനെ ആ ഒരു സൈഡായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് കാണാൻ വിട്ടുപോകരുത്. പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ രൂതിക്കാണ് ഇതിന് ഇട്ട് വെച്ചിരിക്കുന്നത്.
നമ്മൾ പെട്ടെന്ന് അത് നേരെ നടന്നു പോകും. കുറച്ച് മുമ്പോട്ട് വന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ കാണാൻ ആഗ്രഹിച്ച് വന്ന സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞു. ഉരകവർഗ്ഗങ്ങൾ. ഈ ഒരു സ്ഥലത്ത് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അവനെ കാണാൻ കൂടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിതേ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പാമ്പുകളുടെ താവളത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി. ഇവിടെ മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കെടുക്കാനുള്ള പെർമിഷൻ കിട്ടി. ഫസ്റ്റിന് നമ്മളായിരുന്നു പെരുമ്പാമ്പ്. നമ്മുടെ പെരുമ്പാമ്പാണ് ഫസ്റ്റ് തന്നെ ഇട്ട് വെച്ചിരിക്കുന്നത്. വെള്ളത്തിൽ കിടപ്പുണ്ട്. അടുത്തത് മൂർഖനാണെന്ന് തോന്നുന്നു. ആ പൊട്ടിനകത്ത് കിടപ്പുണ്ട്. അടുത്തത് ആമനെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആമയും ഒരു ഉരകവർഗ്ഗമാണല്ലോ. പെരുമ്പാമ്പ്. ഇതാ ഗൈസ്, ഇവിടെ ഒരു വലിയ പെരുമ്പാമ്പ് കിടപ്പുണ്ട്. മൂർഖൻ കിടക്കുന്നു. എല്ലാത്തിനും സെപ്പറേറ്റ് കൂട് പണി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത് ചേരയും ഇതേ കിടക്കുന്നു. മണ്ണച്ചേരയാണ് തോന്നുന്നത്. ഗൈസ്, ഇതേ നമ്മൾ കാണാൻ വന്ന ആൾ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്. അനാക്കോണ്ട. നമ്മളിതേ കാണാൻ പോകുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ അനാക്കോണ്ടനെ കാണാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് സിനിമകളും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് നമ്മൾ ഈ അനാക്കോണ്ട എന്ന് പറയുന്നൊരു ഭീകര പാമ്പിനെ കാണുന്നത് ഗ്രീൻ അനാക്കോണ്ടയാണ്. നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലുള്ളത് ഗ്രീൻ അനാക്കോണ്ടയാണ് ഗൈസ് ഉള്ളത്. ഗ്രീൻ അനാക്കോണ്ട അധികം അക്രമകാരിയല്ലെന്നാണ്. ഗ്രീൻ അനാക്കോണ്ട ഗൈസ്, ഇതാണ് ഗൈസ്. എൻ്റെ തല എവിടെ നിന്ന് കാണാൻ കഴിയും. ഗൈസ്, തല എവിടെയാണ് പണം തോന്നുന്നു. എന്തോരം വലിയ പാമ്പാണില്ലേ. ഇത് അധികമൊന്നും തീറ്റയൊന്നും തിന്നാതെ തന്നെ ഗൈസ് ഇത്രയും വലിപ്പമുണ്ട്. ഇപ്പോൾ തിന്നൊക്കെ കഴിയുമ്പോൾ എന്തോരം വലുതായിരിക്കൂലേ. എന്തായാലും അങ്ങനെ അതിനെ കാണാൻ പറ്റിയത് എന്തോരം നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്തോരം അനാക്കോണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു മനസ്സിനകത്തൊരു ചെറിയൊരു പേടിയും ഭയം എല്ലാവർക്കും. ഇതിന് നേരിട്ട് കാണുന്നത് ഞാനിപ്പോഴാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോഴാണ് ആദ്യമായിട്ടാണ് അനാക്കോണ്ടനെ കാണുന്നത്. ഇത് കാണാൻ തന്നെയാണ് വന്നത്. അടുത്ത് രാജവമ്പാല കിങ് കോബ്ര അവിടെ കിടപ്പുണ്ട്. നല്ല ഭംഗിയായിട്ട് രാജവമ്പാലിനെ കാണാൻ. അത് പ്രത്യേകം എടുത്ത് പറയാം. നല്ല ഡാർക്ക് കളർ തന്നെയാണ്. നല്ല വിഷമുള്ളൊരു പാമ്പ് തന്നെയാണ്. പക്ഷെ പത്തി വിടർത്തി നിൽക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയെ കാണാൻ. അതായത് അടുത്തത് ഇരുതലമൂരി. അതായത് ഇരുതലമൂരി. ഈ പാമ്പിന് 2 തലയുണ്ട്. എങ്ങനെ ജീവിക്കുന്നത് എന്തോലെ. അടുത്തത് നീർപ്പാമ്പ്. നീർപ്പാമ്പിനൊന്നും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല. അതുകൂടി ഇരിക്കുന്നു. അടുത്താണ് നാഗർദൻ പാമ്പ്. എന്ത് ടൈപ്പ് പാമ്പാണ് അത്. ഒരു പച്ച നിറവും ഒരു റെഡ് ഷൈഡീസൊക്കെ ഉള്ളൊരു പാമ്പാണ് കഴിച്ചത്. കൊള്ളാം. ഈ പാമ്പിനെ കാണാനൊരു വെറൈറ്റി ലുക്കുണ്ട്. അടുത്ത ഏതാണോ കൂടുതലും പാമ്പധികം ഇല്ല ഗൈസ്. വരയാൽ ചുരട്ട. പക്ഷെ പാമ്പിനൊന്നും കാണാനില്ല. എവിടെയെങ്കിലൊക്കെ കിടക്കുന്നുണ്ടാവും. ഇത് കിടക്കുവാണെങ്കിലും കാണാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ അനാക്കോണ്ടയിലോട്ട് തന്നെ വീണ്ടും വന്നു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അനാക്കോണ്ടിനെ കണ്ട് ഇവിടെ ഇത്രയും പാമ്പുകളൊക്കെ തന്നെ ഉള്ളൂ. കുറവാണ്, പാമ്പുകൾ കുറവാണ്. ഇവിടെ അനാക്കോണ്ടനെ കണ്ട് നമുക്ക് അതിമറന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി കണ്ട് നിൽക്കാമെന്ന് കരുതി വീണ്ടും അനാക്കോണ്ടനെ തന്നെ കാണാൻ വന്നത്. എന്തോരം വലിയ പാമ്പാണ്. എന്താ കിടപ്പ്. ഇത് ഗ്രീൻ അനാക്കോണ്ട ആയതുകൊണ്ടാണ്. എന്താ ബ്ലാക്ക് അനാക്കോണ്ടയൊക്കെ കുറച്ച് അക്രമകാരി തന്നെയാണ്. കുറ്റങ്ങളങ്ങനെ ഉപദ്രവിക്കില്ല. കുറ്റങ്ങൾ ഗ്രീൻ അനാക്കോണ്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാംസമാണ് കഴിക്കില്ല. ഇവർ കൂടുതലും ഇങ്ങനത്തെ മറ്റേ പുല്ലും അതുപോലെയുള്ള അങ്ങനത്തെ പച്ചക്കറി പോലത്തെ ഐറ്റംസൊക്കെയാണ് കഴിക്കുക. മറ്റേ ബ്ലാക്ക് അനാക്കോണ്ടനെ പോലെയല്ല.
ഗ്രീനിനെ കൊണ്ട് അധികം മാംസഭോജാതികൾ കഴിക്കില്ല എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഒന്ന് കാണാൻ പറ്റിയില്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അനക്കൊണ്ടനെ കാണണമെന്നുള്ളത്. നമ്മളങ്ങനെ പാമ്പുകളുടെ എല്ലാം കഴിഞ്ഞ ശേഷം പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു ബോർഡാണ് കാണുന്നത്. പുറത്തോട്ട് ഇറങ്ങി നമ്മളിങ്ങനെ നടന്നു വന്നു. ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട്, ചിത്രശലഭങ്ങളുടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഗൈസ്. അത് അവിടെ വന്നിട്ട് ഫുള്ളും ചിത്രശലഭങ്ങളാണ്. ഇവിടെ ഫ്രണ്ട് വശത്ത് ഒരു മയില് അത് സുഖമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിനെ വെറുതെ വിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതങ്ങനെ ആർക്കും ഉപദ്രവമൊന്നുമില്ല, സുഖമായിട്ട് നടന്ന് നിൽക്കുന്ന ഒരു മയിലിനെ കണ്ടു. നമ്മളങ്ങനെ പെട്ടെന്നൊരു എടുത്തൊരു തീരുമാനമാണ് തിരുവനന്തപുരം മൃഗശാല കാണണമെന്ന്. ഞാനിതുവരെ കണ്ടിട്ടില്ലായിരുന്നു, ആദ്യമായിട്ട് തന്നെയാണ് തിരുവനന്തപുരം മൃഗശാല കാണാൻ വരുന്നത്. എന്തായാലും അത്യാവശ്യം നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൈവയ്ക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം ദൂരം തന്നെ നടക്കാനുണ്ട്, അത്യാവശ്യമല്ല ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ എല്ലാ മൃഗങ്ങളിനെയൊക്കെ ഒന്ന് കണ്ടു വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സമയമാവും. അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ടെത്തി മൃഗശാലയൊക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ.